everyone, welcome to my channel. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. അപ്പോൾ നമുക്കതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ 4 മുട്ടയും 4 നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 3 ഏലക്ക പൊടിച്ചതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നാൽ നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മളുടെ മിക്സാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കണ്ടിന്യൂസ് ആയി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഈ ഒരു രൂപത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യമായ പഴം ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തോല് കളഞ്ഞ് എല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം.
നമ്മളെല്ലാം ഇതുപോലെ ഒരു ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ ഉന്നക്കായ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.